ഏവർക്കും സ്പോട്ടോപ്പയിലേക്ക് സ്വാഗതം. പ്രീമിയർ ലീഗ് ഈ വർഷത്തെ കിരീടം ആര് നേടും? പെപ്പിന്റെ പിള്ളേരോ അതോ ഗണ്ണേഴ്സോ? എല്ലാ ഫുട്ബോൾ പ്രേമികളും ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിട്ട് നമുക്ക് ഇനി അവസാന റൗണ്ട് മത്സരങ്ങളെ കാണാൻ കഴിയും. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം മാത്രം മതി അവർക്ക് ഈ വർഷത്തെ പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കാൻ. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം കാൽക്കുലേറ്ററിലെ കണക്കുകളൊക്കെ എടുത്തു നിരത്തേണ്ടി വരും. ആഴ്സണൽ അവസാന മത്സരം വിജയിക്കണം, അതുപോലെ തന്നെ സിറ്റി അപ്പുറത്ത് സമനിലയിലോ അതുപോലെ തന്നെ തോൽക്കുകയോ വേണം. സിറ്റിക്ക് അവസാന റൗണ്ട് മത്സരത്തിലെ എതിരാളികൾ വെസ്റ്റ് ഹാമാണ്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടേണ്ടത് എവർട്ടനെയാണ്. എന്തായാലും ഈ മത്സര കണക്കുകളൊക്കെ നമ്മൾ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഈ വർഷത്തെ പ്രീമിയർ ലീഗ് കിരീടം ആര് നേടും എന്നുള്ളത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, അവസാന റൗണ്ട് മത്സരങ്ങളിലൊക്കെ എത്തുമ്പോൾ പെപ്പിന്റെ പിള്ളേർ വളരെ ശക്തിയായിട്ട് തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ടീമുകൾക്കൊക്കെ വെല്ലുവിളിയായിട്ട് തന്നെയാണ് പെപ്പിന്റെ പിള്ളേര് പ്രീമിയർ ലീഗ് മത്സരങ്ങളിലെ അവസാന റൗണ്ട് മത്സരങ്ങൾ കളിക്കാറ്. നമ്മൾ എല്ലാ സീസണിലും കാണാറുള്ള കാര്യം തന്നെയാണ്. ഇപ്രാവശ്യവും ഗണ്ണേഴ്സ് ആ പ്രീമിയർ ലീഗ് കിരീടം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവസാന 5 മത്സരങ്ങളിൽ സിറ്റി തോൽവി അറിയാതെയാണ് മുന്നേറുന്നത്. ഇതൊക്കെ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പക്ഷേ ആഴ്സണൽ ആരാധകർ മുഴുവൻ സിറ്റിയുടെ ഒരു തോൽവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ടോട്ടനത്തിനെതിരെയുള്ള ഒരു തോൽവി ആഴ്സണൽ ആരാധകർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ സണ്ണിന്റെ ഒരു മിസ്സായ ഒരു ഗോള് ആഴ്സണൽ ആരാധകർ ഒന്നടങ്കം സണ്ണിനെ പല വാക്കുകളാൽ ചിലപ്പോൾ പഴിച്ചിട്ടുണ്ടാകാം. എന്തായാലും 2 ഗോളിന്റെ ലീഡോടെ അവര് ടോട്ടനത്തിനെതിരെയുള്ള മത്സരം അങ്ങനെ സ്വന്തമാക്കുകയായിരുന്നു. എർലിംഗ് ഹാളണ്ട് 2 ഗോളുകൾ സ്വന്തമാക്കി. ടോട്ടനം തോറ്റതോടെ ആസ്റ്റൺ വില്ല 1983 ശേഷം ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുമുണ്ട്. എന്തായാലും അവസാന റൗണ്ട് മത്സരത്തിലേക്ക് പോകുമ്പോൾ സിറ്റിക്ക് 88 പോയിന്റ് ഉണ്ട്, ആഴ്സണലിന് 86 പോയിന്റും ഉണ്ട്. ആര് വിജയിക്കും, ആര് പ്രീമിയർ ലീഗ് കിരീടം നേടും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. അർട്ടറ്റയുടെ ഗണ്ണേഴ്സോ അതോ പെപ്പിന്റെ പിള്ളേരോ? കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.